കേരള വ്യാപാരി വ്യവസായി സമിതി KVVS കരുവാരക്കുണ്ട് യൂണിറ്റ് സമ്മേളനം ജില്ലാ സെക്രട്ടറി ഹംസ പുല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു. സംഘടനയിൽ അംഗങ്ങളായ കരുവാരക്കുണ്ടിലെ പ്രമുഖ വ്യാപാരികളുടെ സാന്നിധ്യം കൊണ്ട് സമ്മേളനം ശ്രദ്ധേയമായി. ഏരിയ പ്രസിഡന്റ് അഹമ്മദ് ഷമീർ, സെക്രട്ടറി ഷമീർ, ട്രഷറർ സക്കീർ വാണിയമ്പലം, ജില്ലാ ട്രഷറർ അശോകൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെയിംസ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സമിതി അംഗങ്ങളുടെ മക്കൾക്ക് ഉപഹാരങ്ങൾ നൽകി. സംസ്ഥാന സർക്കാരിനും തദ്ദേശ ഭരണകൂടങ്ങൾക്കും നാടിനും സാമ്പത്തികമായും തൊഴിൽപരമായും മറ്റും കനത്ത നഷ്ടമുണ്ടാക്കുന്ന ഓൺലൈൻ വ്യാപാരത്തിൻ്റെ അതിപ്രസരത്തിനും വഴിയോര കച്ചവടത്തിനുമെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് യോഗം കേരള സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കുഞ്ഞാപ്പു ഹാജി, സെക്രട്ടറി ഇല്യാസ് പുലിയോടൻ, ട്രഷറർ സിദ്ദിഖ് രാജധാനി എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രത്യേകിച്ചും മറ്റിതര വിഭാഗങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സമയം തൊഴിലെടുക്കുന്ന വിഭാഗമാണ് വ്യാപാരികൾ. മിനിമം 12 മണിക്കൂറെങ്കിലും ഒരു ദിവസം തൊഴിലെടുക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ തൊഴിൽ നിയമം അനുസരിച്ച് 8 മണിക്കൂറാണ് തൊഴിൽ. നമ്മുടെ മിനിമം 12 മണിക്കൂറാണ്, ചിലപ്പോൾ അതിനും കൂടുതലാണ്. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് വ്യാപാരി. നമ്മുടെ സംഘടനയുടെ 12ാമത് സംസ്ഥാന സമ്മേളനം വരുന്ന നവംബർ മാസത്തിൽ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി നടക്കേണ്ട ജില്ലാ ഏരിയ യൂണിറ്റ് സമ്മേളനങ്ങൾ നടക്കണം. യൂണിറ്റ് സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഒരു 6 മാസക്കാലം മുമ്പ് നടക്കേണ്ടതായിരുന്നു യൂണിറ്റ് സമ്മേളനങ്ങൾ. പക്ഷെ അടുത്തടുത്ത് 2 തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ ഷെഡ്യൂളിൽ ചെറിയ മാറ്റങ്ങൾ. അതുകൊണ്ടാണ് ഇത്ര വൈകിട്ട് സമ്മേളനം വന്നത്. 38 വർഷം മുമ്പ് 1988 ഒരു ജൂൺ മാസം 19-ാം തീയതി ആണ് നമ്മുടെ വ്യാപാരി വ്യവസായി സമിതി എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത്. തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ചാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ രൂപീകരണം. അന്നത്തെ പ്രധാനപ്പെട്ട പുരോഗമന ആശയമുള്ള വ്യാപാരി സമൂഹത്തിന് സാധാരണ ചെറുകിട വ്യാപാര വ്യവസായം ചെയ്യുന്ന ആളുകൾക്ക് സംഘടന കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം എന്ന ധാരണ അനുസരിച്ച് നമ്മുടെ സംഘടനയ്ക്ക് അനുസരിച്ചുള്ള ആൾക്കാരുടെ എത്തിച്ചേർന്നിട്ടില്ല. ഏതായാലും പ്രതീക്ഷിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ എല്ലാവരും ഇനിയും വരാറുണ്ട് ആൾക്കാർ.